ഇഷ്ടമായി എല്ലാരും ഒന്ന് പറയോ എന്തെങ്കിലും പറഞ്ഞോളൂ. നിങ്ങളുടെയൊക്കെ ലൈഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ വന്ന പോലെ ഒരു പരിപാടിയാണ്. അതിലേക്ക് നല്ല ഒരു ഇതാണ്. ഇത് ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ എല്ലാ ആർട്ടിസ്റ്റിനും ഉൾപ്പെടുത്തിയിട്ടൊരു ഷോ നമ്മൾ വെക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചിത്രത്തിന് ഏറ്റവും ആപ്റ്റായ ഒരു ഷോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതാണ്. ഇവിടെ എല്ലാവരുടെയും കൂടി ഇരുന്ന് ഈ ഒരു സിനിമ കാണാൻ പറ്റും. എല്ലാവർക്കും മേ ബി സിനിമയിൽ ഒരു മുഖം കാണിക്കണം, ഒരു ഡയലോഗ് കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് ഫാമിലിയോട് ഞങ്ങൾ ഇതിനകത്ത് കണ്ടത്. അതല്ല ഞങ്ങൾ അഭിനയിക്കുന്ന ആ ഒരു ഇത് മാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഷോ ഞങ്ങൾക്ക് കാണിച്ചതിൽ നിങ്ങളോട് സന്തോഷം. മേ ബി എനിക്ക് പറയാനുള്ള ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും ചൂടുള്ള സമയത്താണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ കന്യാസ്ത്രീ വേഷമിട്ട് നിൽക്കുമ്പോൾ എനിക്കും കുടയും ഫാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ അവർ ഭയങ്കര ചൂടത്ത്, അത്രയും ചൂടത്ത് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ അമ്മമാർ വരെ അത്രയും ചൂടത്തിരുന്നിട്ടാണ് അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവരുടെയൊക്കെ ഒരു കോർഡിനേഷനും അതെ ആ സ്നേഹവും അതൊക്കെയാണ് ഈ സിനിമയുടെ വിജയത്തിന് ഒരു മെയിൻ കാരണം. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഷോയുടെ വെച്ചേക്കുന്നത്. അപ്പം അതൊക്കെ അവരുടെ കൂടെ ഇരുന്ന് കണ്ടതിലുള്ള സന്തോഷം. രേഖ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടാവും. രേഖ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ച് ഈ പറഞ്ഞ പോലെ ഒരു ഡയലോഗ് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഒരു സിനിമാ സെറ്റിലെത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളെയും വെച്ച് നമ്മൾ ഷോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഷോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. ശബ്ദത്തോട് പോട്ടെ പടം ഇഷ്ടപ്പെട്ടോ? ആണോ? കണ്ടിട്ടുണ്ടോ? ഈ പടം ഇഷ്ടമായോ? എല്ലാവരോടും അപ്പൊ കാണാൻ പറയണേ. ഓക്കെ. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിലൊരു മെയിൻ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇന്ദ്രൻ ചേട്ടൻ ഫാമിലിയോട് പറയുന്ന ഒരു വാക്കില്ലേ, സിനിമയിൽ ഒരു വട്ടം തല കാണിച്ചാൽ ആ സിനിമ അടിപൊളിയായിട്ടുണ്ട്. വേറൊരു കാര്യം പറയാണ്ട്, ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്നത് ഈ സിനിമയിൽ അനശ്വരരാജൻ കാണിക്കുന്നുണ്ട്. ശരിക്കും ഒരു സിനിമ ഒരു ചെറുതായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളോട് കാണിക്കുന്നതും അത് അനശ്വരരാജൻ ശരിക്കും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അനശ്വരരാജനോട് കേട്ടോ. താങ്ക് യു. നമ്മൾ നോർമലി കളമശ്ശേരിയിലായിരുന്നു 7 days ഷൂട്ട്. ഒരു എന്താ പറയുക, ഒരു ഫാമിലി പോലെ അത്ര ജോളിയായിട്ട് ചെയ്ത ഒരു ഫിലിമാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഫിലിമിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയതിൽ. ആസിഫ് സാറിൻ്റെ കൂടെ അനശ്വര മാമിൻ്റെ കൂടെ ആയിരുന്നു കൂടുതലും. ഒരു ഫ്രണ്ട്ലി ഉള്ള ഒരു മൂവ്മെൻ്റൊക്കെ ആയിരുന്നു കൂടുതലും ചെയ്തിട്ടുള്ളത്. ഒത്തിരി സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഇത് കാണണം, സക്സസ് ആക്കണം. താങ്ക് യു സോ മച്ച്. നല്ല പടം. നമ്മൾ കണ്ടൊരു വെറൈറ്റി ഒരു കഥയായിരുന്നു. പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു കഥ കൂടെ അതിനകത്ത് വരുന്നുണ്ട്. നല്ല സംഭവം, കൊള്ളാം. നല്ല ചിത്രമാണ്. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്റർ വാച്ചായിട്ട് പോയി കാണാവുന്ന സിനിമയാണ്. കാരണം
ഈ സിനിമ നമ്മൾ 1985 കാലഘട്ടത്തിലേക്ക് നമ്മളെ കുറച്ചേറെ ഈ സിനിമ കൊണ്ടുപോകും. അതൊക്കെ വളരെ നന്നായിട്ട് അവരത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് കാസ്റ്റിംഗ്. അതായത് പഴയ കാലഘട്ടത്തിലെ സിനിമയിൽ അഭിനയിച്ചവരാണെങ്കിലും അവരുടെ പ്രായ കാലഘട്ടമാണെങ്കിലും എല്ലാം തന്നെ വളരെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് വർക്ക് അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. പിന്നെ മേക്കിംഗ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എന്താ പറയുക, ആവശ്യമുള്ള സ്ഥലങ്ങളിലാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി ഈ സിനിമ കാണുക. നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തേണ്ട സിനിമയായിരിക്കില്ല. മലയാള സിനിമയെ അതിൻ്റെ 80കളുടെയും 90കളുടെയും പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന അതിമനോഹരമായ ഒരു ചിത്രമാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. കുടുംബ പ്രേക്ഷകരെ സംബന്ധിച്ച് കണ്ടിരിക്കാവുന്ന യാതൊരു അശ്ലീലമോ ഒന്നുമില്ലാതെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെ കണ്ടു പോകാവുന്ന ഒരു ചിത്രമാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. മലയാള സിനിമയുടെ മുഴുവൻ ചരിത്രവും ആവാഹിച്ചുകൊണ്ട് ഈ മലയാള സിനിമയെ തന്നെ ഒന്നുകൂടി മുന്നോട്ട് നയിക്കുന്ന ഒരു പുതിയ എപ്പിസോഡാണ് രേഖാചിത്രത്തിലൂടെ സംവിധായകൻ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലാവർക്കും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് രേഖാചിത്രം. രേഖാചിത്രം കാണാത്ത പക്ഷം മലയാള സിനിമയുടെ ഇന്നൊരാൾ ഏത് ചിത്രം കണ്ടാലും രേഖാചിത്രം കണ്ടില്ലെങ്കിൽ നിങ്ങൾ മലയാള സിനിമ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആകാംക്ഷയെ എത്രമാത്രം ഉണ്ടോ അത് നിങ്ങൾക്ക് തിയേറ്ററിൽ ആ എക്സ്പീരിയൻസ് തരുവാനായിട്ട് രേഖാചിത്രത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് പറയാനുള്ളത്. മനസ്സ് നിറഞ്ഞാണ് എല്ലാ പ്രേക്ഷകരും ഇറങ്ങിപ്പോകുന്നത്. ഇത് കണ്ടിട്ട് അവസാനം എന്താവും എന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ രേഖാചിത്രം അവസാനം വരെ നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നുണ്ട്. സംവിധായകൻ്റെ മനോഹരമായ സൃഷ്ടിയാണ്. എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും പ്രത്യേകം അവസരങ്ങൾ കൊടുക്കുകയും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പ്രത്യേകം അവസരം കൊടുക്കുകയും ഇന്നൊരു ഷോ ഇവിടെ അവതരിപ്പിക്കത്തക്ക രീതിയിൽ അവരുടെ ഒരു നന്മ ഉള്ള ഒരു പ്രൊഡക്ഷൻ ടീമിനെയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.